ഹായ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ പറ്റിയിട്ടായിരുന്നു പഠിച്ചത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ്. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ നോക്കിക്കേ. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം CDF എന്ന് പറയുന്നത് എന്താണ്, അക്യുമുലേറ്റ് ചെയ്ത് വരുന്ന പ്രോബബിലിറ്റി ആണ്. അതായത് അത് എന്ത് തന്നെയാണ്, പ്രോബബിലിറ്റി തന്നെയാണ് അല്ലേ. പ്രോബബിലിറ്റിയുടെ റേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും 0യുടെയും 1ന്റെയും ഇടയിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താണ്, എഫ് ഓഫ് എക്സ് എന്നതിന്റെ റേഞ്ചും 0യുടെയും 1ന്റെയും ഇടയിൽ തന്നെയായിരിക്കും. അല്ലെങ്കിൽ 0, 1 എന്ന വാല്യൂസും അതിനെടുക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ പ്രോപ്പർട്ടി നോക്കിക്കേ. എഫ് ഓഫ് എക്സ് ഇസ് നോൺ ഡിക്രീസിങ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് പറയുന്നത്? കാരണം നമുക്കറിയാം പ്രോബബിലിറ്റി അക്യുമുലേറ്റ് ചെയ്ത് വരുന്ന ഫംഗ്ഷൻ അല്ലേ ഇത്. അപ്പോൾ ആദ്യത്തെ വാല്യൂവിനേക്കാളും ഉറപ്പായിട്ടും രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് വലുതായിരിക്കും. അതുകൊണ്ടാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നോൺ ഡിക്രീസിങ് അല്ലെങ്കിൽ ഇൻക്രീസിങ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് ഇവിടെ പറയുന്നത്. തേർഡ് പ്രോപ്പർട്ടി നോക്കിക്കേ. എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു 0. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ മൈനസ് ഇൻഫിനിറ്റി എന്നാണ്. അതായത് എക്സ് എന്ന റാൻഡം വേരിയബിൾ മൈനസ് ഇൻഫിനിറ്റിയേക്കാളും താഴെയുള്ള വാല്യൂസ് എടുക്കുന്നതിന്റെ പ്രോബബിലിറ്റി. പക്ഷെ അങ്ങനെ ഒരു കേസ് പോസിബിൾ ആണോ? ഒരിക്കലും അല്ല. കാരണം എക്സ് എന്ന റാൻഡം വേരിയബിൾ ഒരിക്കലും നെഗറ്റീവ് ഇൻഫിനിറ്റിയേക്കാളും താഴെ ഒരു വാല്യൂസും എടുക്കുന്നില്ല. സോ ഇതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. ഇമ്പോസിബിൾ ഇവന്റ്സിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. സോ എന്താണ്, എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. അതുപോലെ എഫ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു എക്സാമ്പിൾ കണ്ടായിരുന്നു. 2 കോയിൻസ് ഒരേ സമയം ഞാൻ ടോസ് ചെയ്യാണ്. അപ്പോൾ അവിടുത്തെ എൻ്റെ റാൻഡം വേരിയബിൾ എക്സിന്റെ വാല്യൂസ് ഏതൊക്കെയായിരുന്നു? 0, 1, 2. അപ്പോൾ എഫ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റിയുടെ വാല്യൂ നമുക്ക് ഈ എക്സാമ്പിളിലൂടെ നോക്കാം. അപ്പം എക്സ് എടുക്കുന്ന വാല്യൂസ് നമ്മൾ കണ്ടു. ഈ 3 വാല്യൂസും എന്താണ്, ഇൻഫിനിറ്റിയേക്കാളും താഴെയാണ് അല്ലേ. അപ്പോൾ ഈ കേസിൽ, ഈ എക്സാമ്പിളിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2. അതായത് ഈ എക്സിന്റെ എല്ലാ വാല്യൂസും ലെസ് ദാൻ ഇൻഫിനിറ്റി ആയതുകൊണ്ട് ഇതിന്റെ എല്ലാ പ്രോബബിലിറ്റീസും കൂടെ എടുത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും എഫ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റി എന്നതിന്റെ ആൻസർ വരുന്നത്. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 എന്ന വാല്യൂ ആണ്. അപ്പൊ ജനറലി പറഞ്ഞാൽ ഈ എക്സാമ്പിൾ അല്ല, ഏതൊരു കേസ് എടുത്ത് പറഞ്ഞാലും എക്സ് എന്ന റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് എപ്പോഴും പ്ലസ് ഇൻഫിനിറ്റിയെക്കാളും താഴെയായിരിക്കും. സോ എഫ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് ടോട്ടൽ പ്രോബബിലിറ്റി ആയ 1 തന്നെയായിരിക്കും. ഇനി നമുക്ക് അടുത്തൊരു പ്രോപ്പർട്ടി നോക്കാം. പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എളുപ്പമുള്ളൊരു ഫോർമുല ഉണ്ട്. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. നമുക്കറിയാം എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാലോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. ഈ പി കണ്ടുകൊണ്ട് ഒരിക്കലും പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് എഴുതി വയ്ക്കരുത്. ഇത് തെറ്റാണ്. അപ്പോൾ പകരം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താ? ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇതും ആദ്യം നമ്മൾ ചെയ്തതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ എ ലെസ് ദാൻ എക്സ് ആണ്, അതായത് എ എന്ന വാല്യൂ എക്സ് എടുക്കുന്നില്ല. ഇവിടെയോ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, അതായത് എക്സ് എ എന്ന വാല്യൂ കൂടി എടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ മൈനസ് 1 ആണ്. കാരണം എന്താ? എക്സ് എന്നത് എ എന്ന വാല്യൂ കൂടി എടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് എടുത്തു കഴിഞ്ഞാൽ എ വരെയുള്ള എക്സിന്റെ വാല്യൂസിന്റെ പ്രോബബിലിറ്റീസ് എടുത്ത് നമ്മൾ മൈനസ് ചെയ്ത് കളയുക. അപ്പൊ അങ്ങനെ ഇവിടെ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ മൈനസ് 1 എന്ന് എഴുതുന്നത്. ഇനി ഈ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. A discrete random variable x has the following probability distribution. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആണ്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, തന്നിരിക്കുന്നത് CDF അല്ല, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ അല്ല തന്നിരിക്കുന്നത്, പ്രോബബിലിറ്റി ആണ്. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു 0യിലെ വാല്യൂ ആണ് ഇത്, അതായത് എക്സാക്ട്ലി 0യിലുള്ള പ്രോബബിലിറ്റി ആണ്
എന്താ 0.1 എന്ന് പറയുന്നത്. അതുപോലെ എക്സാക്ട്ലി 1ലുള്ള പ്രോബിലിറ്റി ആണ് 0.2 എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിനെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അതായത് CDF ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം പ്രോപ്പർട്ടീസ് പഠിച്ചല്ലോ, ആ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 കണ്ടുപിടിക്കാം. അതുപോലെ പ്രോബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3യും കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്താണ്? CDF കണ്ടുപിടിക്കാം. അപ്പോൾ CDF കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം നമുക്ക് ഒരു ടേബിൾ വരയ്ക്കണം. അതിനുശേഷം എക്സ് എന്ന് എഴുതി, എക്സ് എടുക്കുന്ന വാല്യൂസ് 0, 1, 2, 3 ആൻഡ് 4 അത് ഇത്ര എഴുതി. ഇനി എഫ് ഓഫ് എക്സ് എന്ന് എഴുതുക. കാരണം ഇതെന്താണ്? ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്, അതുകൊണ്ടാണ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതിയത്. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് എഫ് ഓഫ് 0 ആണ്. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് അല്ലേ? എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമേ വരുത്തുള്ളൂ? പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 മാത്രമേ വരുത്തുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മുടെ ഇവിടെ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു? 0.1 ആണ്. സോ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0.1 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0.1 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അത് തന്നെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ടേബിളിൽ, നമ്മുടെ CDFന്റെ ടേബിളിൽ എഴുതിയിട്ടുണ്ട്. എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0.1 ആണ്. അതുപോലെ എഫ് ഓഫ് 1 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എഫ് ഓഫ് 1 എന്ന് പറയുന്നത് നമ്മുടെ 0 വരെയുള്ള പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി, അതാണ് 0.1. ഈ 0.1ന്റെ കൂടെ 1 എന്ന വാല്യൂവിൽ എടുക്കുന്ന പ്രോബബിലിറ്റിയും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഈ ടേബിളിൽ നിന്ന് 0യുടെ വാല്യൂ ആയ 0.1 പ്ലസ് 1ൽ എന്താണ് എക്സ് എടുക്കുന്ന പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.2 ആണ്. സോ 0.1 പ്ലസ് 0.2 എന്ന് പറയുന്നത് 0.3. അതാണ് നമ്മുടെ എഫ് ഓഫ് 1 എന്ന് പറയുന്നത്. ടേബിളിൽ നോക്കിക്ക് എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 0.3 എന്ന് കിട്ടി. അതുപോലെ എഫ് ഓഫ് 2 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നോക്കാം. എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് 1 വരെ ഉള്ളത് നമുക്ക് ഓൾറെഡി ഇവിടെ ടേബിളിൽ നിന്ന് കിട്ടും. ഇവിടെ നമുക്ക് എഫ് ഓഫ് 1 ഉണ്ടല്ലേ, 0.3 എന്നുണ്ട്. അപ്പൊ എഫ് ഓഫ് 1ന്റെ കൂടെ എനിക്ക് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 അല്ലെങ്കിൽ എഫ് ഓഫ് 2 എന്നത് കിട്ടും. അപ്പൊ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് ഇവിടെ എഫ് ഓഫ് 1 എന്ന് പറയുന്നതിന്റെ നോക്കിക്കേ വാല്യൂ 0.3 ആണ്. 0.3യുടെ കൂടെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2, അതായത് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നതിന്റെ വാല്യൂ ഇവിടെ എന്താണ്? പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.3 ആണ്. അപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്യുമ്പോൾ എന്താ വരാ? എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 0.3 ആണ്. പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് 0.3 ആണ്. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.6 എന്ന് വരും. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? എഫ് ഓഫ് 3യും എഫ് ഓഫ് 4ഉം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമ്മൾ നോർമലി CDF ഡിസ്ക്രൈബ് ചെയ്തില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആയിരുന്നു. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി. അപ്പൊ CDF അവിടെ കഴിഞ്ഞു. ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പൊ നമ്മൾ ഇപ്പോൾ ഒരു ഫോർമുല പഠിച്ചു. എന്താണ്? പ്രോപ്പർട്ടി പഠിച്ചില്ലേ? പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുന്നത് എന്തായിരുന്നു? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ മൈനസ് 1 ആയിരുന്നു അല്ലെ? അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് പ്രോബബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. അപ്പൊ ഇവിടെ എന്താ വരിക? എഫ് ഓഫ് 3 മൈനസ് എഫ് ഓഫ് 1 മൈനസ് 1 എന്ന് പറയുന്നത് 0 എന്ന് വരും. അപ്പോൾ നമ്മൾ ഏത് ടേബിളാണ് നോക്കേണ്ടത്? ഇവിടെ കിട്ടിയ CDFന്റെ ടേബിളാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ എഫ് ഓഫ് 3 എന്ന് പറയുന്നത് 0.85 ആണ്. എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0.1 ആണ്. സോ അതിവിടെ എഴുതാം. 0.85 മൈനസ് 0.1 എന്ന് പറയുന്നത് നമുക്ക് 0.75 എന്ന് നമുക്ക് കിട്ടും. ഇതുപോലെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഇതെന്ന് പറയുന്നതിന്റെ ഫോർമുല എന്തായിരുന്നു? ഇത് ഏത് ഫോർമുല ആയിരുന്നു? പ്രോബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇവിടെ എക്സ് എ എന്ന വാല്യൂ എടുക്കുന്നില്ല. സോ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ചെയ്താൽ മതിയായിരുന്നു. അപ്പൊ ഇവിടെ എന്താ വരിക? പ്രോബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുന്നതിനെ നമുക്ക് എഫ് ഓഫ് 3 മൈനസ് എഫ് ഓഫ് 1 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. എഫ് ഓഫ് 3യുടെ വാല്യൂ ടേബിളിൽ നിന്ന് എടുക്കുക 0.85, എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 0.3.
അപ്പോൾ 0.85 മൈനസ് 0.3 ഇതെന്ന് പറയുന്നതിന്റെ വാല്യൂ എത്രയാണ്? 0.55. ഇതാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം കൂടി നോക്കാം. ഇത് എക്സാംസിന് പൊതുവെ ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കിക്കേ, ഇഫ് എ റാൻഡം വേരിയബിൾ എക്സ് ഹാസ് ദ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, അതായത് നമുക്ക് ഇവിടെ ഒരു പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ എക്സ് എന്ന റാൻഡം വേരിയബിളിന്റെ കറസ്പോണ്ടിങ് ഉള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ പ്രോബബിലിറ്റീസിനെ തന്നിരിക്കുന്നത് കെയുടെ ടേംസിലാണ് അല്ലെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് കെയുടെ വാല്യൂ ആണ്. ഫസ്റ്റ് കെ എന്നതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. സെക്കൻഡ് നമുക്ക് വേണ്ടത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ CDF അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് അവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് P(4) അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് 4 കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ അവിടെ രണ്ട് പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പ്രോപ്പർട്ടി ആയിരുന്നു എന്ത്? സമ്മേഷൻ P(x) is equal to 1. അതായത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ നമുക്ക് ഉണ്ടെങ്കിൽ അതിലെ എല്ലാ പ്രോബബിലിറ്റീസും കൂടെ എടുത്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും എപ്പോഴും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, സമ്മേഷൻ P(x) is equal to 1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രോബബിലിറ്റീസ് 2k, 3k, k and 4k ഈ 4 വാല്യൂസും കൂടെ എടുത്ത് ആഡ് ചെയ്താൽ നമുക്ക് 1 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ 10k is equal to 1 എന്ന് കിട്ടും, k is equal to 1/10 എന്ന് കിട്ടും. അപ്പോൾ കെയുടെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ ഇതിനെ നമുക്ക്, അതായത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷന്റെ ഈ ടേബിളിനെ നമുക്കൊന്ന് റീറേറ്റ് ചെയ്താലോ? ഇവിടെ നോക്കിക്കേ, എക്സിന്റെ വാല്യൂസ് എഴുതി. പ്രോബബിലിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്നത് ആദ്യത്തത് നോക്കിക്കേ, പ്രോബബിലിറ്റി ഓഫ് 1 എന്ന് പറയുന്നത് 2k ആയിരുന്നു. കെയുടെ വാല്യൂ 1/10 ആണ്. സോ 2k എന്ന് പറയുന്നത് 2 into 1/10, അതായത് 2/10 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് 2 എന്ന് പറയുന്നത് 3k ആണ്, അതായത് 3 into 1/10. അപ്പോൾ 3/10 ആണ് പ്രോബബിലിറ്റി ഓഫ് 2, അതും ഇവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 3ക്കും 4നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റീസ് എഴുതി. അങ്ങനെ നമ്മുടെ PMF ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അതായത് നമ്മൾ ഇത്രയും നേരം കണ്ടുപിടിച്ച പോലെ നമുക്ക് CDF ആണ് വേണ്ടത്. അപ്പൊ CDFന് കറസ്പോണ്ടിങ് ഉള്ള ടേബിളും ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കാൻ, ആദ്യം എക്സിന്റെ വാല്യൂസ് എഴുതുക. അതിനുശേഷം f(x), ക്യാപിറ്റൽ എക്സ് അല്ല, ഇവിടെ സ്മോൾ എക്സ് ആണ് വരേണ്ടത്. അപ്പോൾ f(x) എന്ന് എഴുതുക. ആദ്യം നമുക്ക് വേണ്ടുന്നത് എന്താണ്? f(1) ആണ്. f(1) എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഈ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷന്റെ ടേബിൾ നോക്കിയാൽ ദേ ഈ ആദ്യത്തെ P(1) തന്നെയായിരിക്കും നമ്മുടെ f(1) എന്ന് പറയുന്നത്. 2/10 തന്നെ വരുത്തോളൂ. സോ അതാണ് ഇവിടെ നമ്മൾ f(1) എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2/10 എന്ന് എഴുതിയിരിക്കുന്നത്. f(2) എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? f(2) കിട്ടണമെങ്കിൽ നമുക്ക് f(1) ഓൾറെഡി നമുക്കുണ്ടല്ലേ, 2/10. ഇതിന്റെ കൂടെ എക്സാക്ട്ലി 2ലുള്ള പ്രോബബിലിറ്റിയും കൂടെ ആഡ് ചെയ്താൽ മതി. അതായത് ഈ 2/10ന്റെ കൂടെ നമ്മുടെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷന്റെ ടേബിളിൽ നിന്നും 2ന്റെ പ്രോബബിലിറ്റി ആയ 3/10 കൂടെ ആഡ് ചെയ്യുക. അപ്പൊ 2/10 plus 3/10 എന്ന് പറയുന്നത് 5/10. അതാണ് f(2) എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ f(3) എങ്ങനെ കണ്ടുപിടിക്കുക? f(2) വരെയുള്ളത് നമുക്കറിയാം. അതായത് 2 വരെയുള്ള ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി ആണ് 5/10 എന്ന് പറയുന്നത്. അതിന്റെ കൂടെ 3യിലുള്ള പ്രോബബിലിറ്റി ആയ ഏതുകൂടി ആഡ് ചെയ്യുക? 1/10 കൂടെ ആഡ് ചെയ്യുക. അപ്പൊ എന്ത് വരും? 5/10 plus 1/10, അതായത് 6/10 എന്ന് നമുക്ക് f(3)യുടെ വാല്യൂ കിട്ടും. അതുപോലെ f(4) എങ്ങനെയാ വരിക? f(4) എന്ന് പറയണമെങ്കിൽ നമുക്ക് f(3) വരെയുള്ള 6/10 ഉണ്ട്. അതിന്റെ കൂടെ 4ന്റെ പ്രോബബിലിറ്റി ആയ 4/10 കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? 6/10 plus 4/10, അതായത് 10/10 which is equal to 1 എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് തേർഡ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് 4. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ചോദിച്ചിരിക്കുന്നത് f(4) അല്ല, P(4) ആണ്. നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ടേബിൾ എന്താണ്? ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ f(x)നെ തരുന്ന ടേബിൾ ആണിത്. നമുക്ക് വേണ്ടത് പ്രോബബിലിറ്റി ഓഫ് 4 ആണ്. അതായത് നമ്മൾ ഇവിടുത്തെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ടേബിളിലെ 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ആയ 4/10 ആണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. 4/10നെ നമ്മൾ ക്യാൻസൽ ചെയ്ത് അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഇവിടെ 2/5 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോസിൽ നമുക്ക് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ നിന്നും എങ്ങനെയാണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത് എന്നൊക്കെ കാണാം. ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.